ഹലോ ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഏകദേശം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ധാരണ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് സബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വൈകാതെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് NOS +2 ബയോളജിയുടെ എങ്ങനെയാണ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സ് ഡിവിഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ വെച്ച് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഏകദേശം മനസ്സിലായി കാണും അല്ലേ? അപ്പൊ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പും ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നും കൂടി മനസ്സിലായാലും നമുക്ക് ആ ഒരു ഐഡിയ ബേസ് ചെയ്ത് പഠിച്ചു പോകാമല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ബയോളജിയുടെ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഏതാണെന്ന് ആ ചാപ്റ്റേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ മൊത്തം ചാപ്റ്റേഴ്സിന്റെ 40% TMA സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 60% ആണ് എന്ത് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ്. ആ 60%-ൽ പകുതി 50% എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സും 50% സബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സും ആണ്. അപ്പൊ ഇവിടെ ബയോളജിയുടെ കാര്യത്തിൽ 9 ലെസൺസിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പും 9 ലെസൺസിൽ നിന്ന് സബ്ജക്റ്റീവ് ടൈപ്പും ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെസൺ 2. അതേതാണ്? ദ കിങ്ഡം, മൊനീറ, പ്രോട്ടിസ്റ്റ ആൻഡ് ഫംഗി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ആദ്യം ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് 5 tissues and other level of organizations. Chapter 10 nitrogen metabolism. 12 respiration in plants. 15 circulation of body fluids. 17 coordination and control the nervous and endocrine systems. 19 reproduction in plants. 22 principles of genetics. 28 nutrition and health. 30 immunobiology and introduction. അപ്പോൾ ഇത്രയും 30 വരെയുള്ള 9 ചാപ്റ്റേഴ്സ് ആണ് എന്ത് ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്താ ഒബ്ജക്റ്റീവ് എന്ന്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സംശയം വരും അല്ലേ? അതായത് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ്, അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത്. അതായത് ഈ 1 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഒബ്ജക്റ്റീവ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 മാർക്കിന് 3 മാർക്കിന് 5 മാർക്കിന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മാർക്ക് ആണല്ലോ നമ്മൾ കണ്ട 5 മാർക്ക്, അല്ലെങ്കിൽ മാക്സിമം 6 മാർക്ക്. ആ മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന സബ്ജക്റ്റീവ് ടൈപ്പ് ചാപ്റ്റേഴ്സ് ഒക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് അവിടെ നിന്ന് നമുക്ക് ഹയർ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സബ്ജക്റ്റീവ് ടൈപ്പ് ചാപ്റ്റേഴ്സ് നിന്ന് വരുന്നത്. അപ്പൊ അതെന്തായാലും എല്ലാവരും പഠിച്ചിട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് അതിൽ നിന്നൊക്കെ ഈ 1 വേർഡ്സ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് ഏതാണ് ഇനി സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. ചാപ്റ്റർ 3 കിങ്ഡം, പ്ലാന്റ് ആൻഡ് അനിമേലിയ. Chapter 6 root system. Chapter 7 shoot system. 11 photosynthesis. 21 reproduction and population control. 23 molecular inheritance and gene expressions. Molecular inheritance and gene expression. 25 principles of ecology. 31 biotechnology. അപ്പോൾ ഈ 9 ചാപ്റ്റേഴ്സ് ആണ് സബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കുന്നത്. ബയോളജിയുടെ കാര്യത്തിൽ 9 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഡിവിഷൻ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും പഠിച്ച് ഒരു ഇതായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഐഡിയ കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഒരു ബേസിൽ എന്താണെങ്കിൽ മുന്നോട്ടുള്ള പഠിത്തം തുടർന്ന് പോവാം. അപ്പൊ ഈ ഒരു ധാരണയിൽ ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ ഓർമ്മയിൽ നിങ്ങൾ എന്താ പഠിക്കുക, സബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, രണ്ടിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇപ്പൊ യൂട്യൂബില് ലൈവ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ, അപ്പൊ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെല്ലാവരും ജോയിൻ ചെയ്ത് ലൈവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിയിൽ മെമ്പേഴ്സ് അല്ലാത്ത സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്കും കണ്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇനിയും നമുക്ക് എന്താണ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എന്ത് ചെയ്യാം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്താൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡ് ബുക്ക് ഉണ്ടല്ലോ, ആ ഗൈഡ് ബുക്ക് എന്ത് ചെയ്യാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി എക്സാമിന് പാസ് ആവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് ഇതുപോലുള്ള അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.